ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. ഇൻട്രാഡേ ട്രേഡിംഗ് മാത്രമല്ല, സ്കാൽപ്പിംഗ്, സ്വിംഗ് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ് വിൻട്രേഡിൽ സപ്പോർട്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ ഒരു 2 ദിവസമായിട്ട് നല്ല സ്വിംഗ് ട്രേഡിങ്ങിൽ നല്ല പെർഫോമൻസ് കിട്ടിയ സ്റ്റോക്കുകളാണ്. അതിൽ ഡോക്ടർ ഡിയിൽ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമുക്ക് മാർക്കറ്റ് നല്ലൊരു അപ്പ് ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരുന്നു. നമുക്ക് 2 ദിവസമായിട്ട് ഹോൾഡ് ചെയ്ത് നല്ല റിട്ടേൺസ് എടുത്തിട്ടുണ്ട്. ഡോക്ടർ ഡിയിലാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ബൈ ട്രേഡ് തന്ന 31st തന്ന ബൈ സിഗ്നലാണ്. അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോയി ഇന്നും മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ ആണ്. ഈ 2 ദിവസത്തെ കണ്ടിന്യൂവേഷനിൽ 31 പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ട് 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലൊരു ഡൗൺ സൈഡ് ആയിരുന്നു. ഇപ്പോൾ ഈ 31st ബൈ വന്നത് കണ്ടിന്യൂ ആയി ഇന്ന് മാർക്കറ്റ് കയറുകയാണ്. സെയിം നമുക്ക് LTM നോക്കുകയാണെങ്കിൽ LTM ഇടയ്ക്ക് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം കൊണ്ട് ഇറങ്ങിയിരുന്നു. ഇന്ന് മാർക്കറ്റ് എഗെയിൻ അപ് ട്രെൻഡ്. അപ്പം അതിന് മുമ്പും ബൈ ട്രേഡ് ഉണ്ടായിരുന്നു. അതിൽ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പം 244 പോയിന്റ്സുള്ള അപ് ട്രെൻഡിൽ കയറി നിൽപ്പുണ്ട്. അതിൽ നമുക്ക് 1 അവർ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കണ്ടിന്യൂവേഷൻ 1 അവറിൽ 4 അവർ കണ്ടിന്യൂവേഷൻ തന്നെയാണ് പോകുന്നത്. ടോട്ടൽ നമുക്ക് അതായത് ഈ കഴിഞ്ഞ മാസം 3rd 7ലും നമുക്ക് കണ്ടിന്യൂ പോയത് 33 പോയിന്റ്സുള്ള അപ് ട്രെൻഡിലാണ് കയറി നിൽക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് TCSന് ഇന്നത്തെ നല്ലൊരു ബൈ കണ്ടിന്യൂവേഷൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഇറങ്ങിയിരുന്നു. ബൈ കണ്ടിന്യൂ ചെയ്ത് തുടരുകയാണ്. ഇതിനകത്ത് ഇടയ്ക്കൊന്ന് മാർക്കറ്റ് ഇറങ്ങി ഇന്ന് ബൈ കണ്ടിന്യൂവേഷൻ 1 സൈഡ് മൊമെന്റ് ആണ് പോയിരിക്കുന്നത്. നല്ലൊരു ട്രേഡാണ്, നല്ലൊരു പോയിന്റ് പ്രോഫിറ്റ് കിട്ടി. 16 പോയിന്റ്സുള്ള അപ് ട്രെൻഡിൽ കയറിയിട്ടുണ്ട്. സെയിം ഐഷ്യൻ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ ഐഷ്യൻ മോട്ടോഴ്സും ബൈയുടെ കണ്ടിന്യൂവേഷൻ ആണ്. 27ന് ശേഷം നമുക്ക് 176 പോയിന്റ്സ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ് ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ കിട്ടിയ മൂവ്മെന്റ്സുകളാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ 4 സ്റ്റോക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്വിംഗും ഇൻട്രാഡേക്കും പറ്റിയ പെർഫോമൻസിന് വെക്കുന്ന സ്റ്റോക്കുകളാണ്. ഡോക്ടർ ഡി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൗൺ സൈഡ് ആണ്, ഇടയ്ക്കൊന്ന് സൈഡ് വേസ് ആണ്. ഇപ്പോൾ ഈ 31st ബൈ കയറിയിരിക്കുന്നത്. നമുക്ക് ഈ ഗ്രീൻ കളർ അപ്പാരോ ബൈസിക്കിൾ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിലെ സിഗ്നൽസ് മേളിൽ എൻട്രി പോയിന്റ് ഏത് പോയിന്റിൽ എടുക്കണം അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് മെയിനായിട്ട് സ്വിങ്ങിന് വെക്കുന്ന ടൈം ഫ്രെയിം നമുക്ക് 30 മിനിറ്റ്സ് വെക്കും. നമുക്ക് 1 അവർ 4 അവർ 1 വീക്ക് വരെ ഹോൾഡ് ചെയ്യാൻ 1 മന്ത് വരെ. അതിൻ്റെ മുകളിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് 4 അവറിലേക്ക് വെച്ചാൽ മതി. അതിൽ 1 വീക്കിലി കിട്ടിയ പെർഫോമൻസ് ആണ്. സ്വിംഗിൽ നോക്കുകയാണെങ്കിൽ 30 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഡോക്ടർ ഡിക്ക് നമുക്ക് ബൈസിക്കിൾ ഗ്രീൻ കളർ അപ്പാരോ ബൈ തന്നിരിക്കുന്ന 10:45 31st കിട്ടിയതാണ്. അതിന് എൻട്രി പോയിന്റും ടാർഗറ്റും താഴെ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടിന്യൂവേഷൻ മാർക്കറ്റ് പോവുകയായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റും ഹിറ്റ് ചെയ്യണം. ഇന്ന് നല്ലൊരു അപ് ട്രെൻഡാണ് കണ്ടിന്യൂ ചെയ്ത് പോയത്. സെയിം LTM ഇന്ന് നല്ലൊരു ബൈ ആയിരുന്നു. ഇന്ന് ഇൻട്രാഡേക്ക് 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മോർണിംഗിൽ സൈഡ് വേസ് ആയിരുന്നു. ലാസ്റ്റ് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് അടിച്ചു കയറി. മോർണിംഗിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, എന്നാലും ബൈ തന്നെയായിരുന്നു. നമുക്ക് 11 മണിക്ക് ശേഷമാണ് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റിലേക്ക് പോയത്. അതിൽ നമുക്ക് 30 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ബൈ കിട്ടി 3rd 8 ഇന്ന് ബൈ കിട്ടിയതാണ്. ആ ബൈ സിക്കിളിൽ നിന്ന് നമുക്ക് എൻട്രി തന്നത് ഇപ്പം 244 പോയിന്റ്സിൽ നിന്ന് മാർക്കറ്റ് കയറി നിൽപ്പുണ്ട്. സെയിം നമുക്ക് TCSൽ നോക്കാം. TCSൽ ഇന്ന് കയറിയ ബൈ സൈഡാണ്. നമുക്ക് ഇൻട്രാഡേക്ക് 5 മിനിറ്റ്സ് വെച്ചാൽ മതി. ഇൻട്രാഡേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സിഗ്നൽ 31st ഇന്ന് കിട്ടിയത് 2369 എന്നാണ്. ഇന്ന് ബൈ കയറി. ഇന്ന് ഫുൾ കണ്ടിന്യൂ ചെയ്ത് ബൈ 80 പോയിന്റ്സോളം ബൈ കയറിയിട്ടുണ്ട് ഇന്ന്. അതേപോലെ തന്നെ ഐഷ്യൻ മോട്ടോഴ്സിന് നമുക്ക് ലാസ്റ്റ് സിഗ്നൽ ബൈ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് 27th സിഗ്നൽ തന്ന സമയം എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വന്ന സിഗ്നലിൽ നമുക്ക് 176 പോയിന്റ്സ് നമുക്ക് അപ് ട്രെൻഡിൽ കയറിയിട്ടുണ്ട്. അതിന് മുമ്പും കണ്ടിന്യൂ ചെയ്ത് പോയ മാർക്കറ്റാണ്. 4 അവറിൽ വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. 434 പോയിന്റ്സിൽ നമുക്ക് കയറി നിൽക്കുകയാണ്. നല്ലൊരു ട്രെൻഡാണ്. നമുക്ക് 1 അവർ അതായത് നമുക്ക് ഒരു മാസം നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന എൻട്രികളിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റാണ് ഞാൻ കാണിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്കൊരു റിട്ടേൺസ് വന്ന ബുള്ളിഷ് കണ്ടിന്യൂഷൻ ചെയ്ത സ്റ്റോക്കുകളിൽ നമുക്ക് ഹോൾഡ് റിട്ടേൺസ് എടുത്ത സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻട്രാഡേക്കും സ്വിങ്ങിനും അതേപോലെ കണ്ടിന്യൂഷൻ പോകുമ്പോൾ നമുക്ക് ഹോൾഡ് നല്ല റിട്ടേൺസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെ വർക്ക് ചെയ്യും നമ്മുടെ സോഫ്റ്റ്വെയറിൽ അക്യുറേറ്റ് എൻട്രി എക്സിറ്റ് ഫേക്ക് ആയിട്ട് പോകുന്ന ട്രേഡുകളൊക്കെ കളർ ഷീറ്റിൽ കാണിച്ചു തരും. അതിന് ഐഷ്യൻ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് ഇടയ്ക്കൊന്ന് മാർക്കറ്റ് ഇറങ്ങിയെങ്കിലും സ്വിങ്ങിൽ താഴെ ഗ്രീൻ തന്നെ അതായത് ബൈ സൈഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നു. അത് താഴത്തെ സെല്ല് ഇൻഡിക്കേഷൻ തന്നിരുന്നില്ല. അതിന് ബൈ തന്നെ തുടർന്ന് പോവുകയാണ് ചെയ്ത്. നല്ലൊരു എൻട്രി ആയിരുന്നു. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവായിട്ട് പെർഫോമൻസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.